നമ്മൾ ഇന്ന് തയ്യാറാക്കാൻ വേണ്ടി പോകുന്നത് ഒരു അടിപൊളി എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ദം ബിരിയാണിയാണ്. ആദ്യം തന്നെ നമുക്ക് ചിക്കൻ ഒന്ന് മാഗ്നേറ്റ് ചെയ്യാം. അതിനാവശ്യമായിട്ട് ആദ്യം ഉപ്പ്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പച്ചമുളക്, കുറച്ച് സുർക്ക, നമുക്കിതിലേക്ക് ആവശ്യത്തിനായി കോൺഫ്ലോർ ചേർക്കാം. അതിനുശേഷം ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് മുളകും പൊടി, ഒരു കോഴിമുട്ട, ഒരു പകുതി നാരങ്ങയുടെ നീര്, അതൊക്കെ ഇട്ടതിന് ശേഷം നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. അതിനുശേഷം 2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം. അതിനുശേഷം നമ്മളൊരു ഉരുളി വെച്ച് അതിലേക്ക് ഓയിൽ ഒഴിച്ച് സവാള ഒന്ന് പൊരിച്ചെടുക്കാം. അതിനായിട്ട് സവാള അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നന്നായി മുരിഞ്ഞതിന് ശേഷം നമ്മൾ മറ്റൊരു പാത്രത്തിലേക്ക് ആ മുരിച്ച സവാള മാറ്റി വെക്കാം. അതേ ഓയിലിൽ തന്നെ ഇനി അണ്ടിയും മുന്തിരിയും നമുക്ക് വറുത്തെടുക്കാം. ഇതും നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. അതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ ക്യാരറ്റും കൂടി ഇട്ട് മൂപ്പിച്ചിട്ടുണ്ടായിരുന്നു. അത് ഇതിൽ കാണിക്കാൻ വേണ്ടി പറ്റിയില്ല. അതേപോലെ തന്നെ നമ്മൾ വേപ്പിൻ്റെ ഇലയും കൂടി ഒന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതെല്ലാതും കൂടി ഒരു പാത്രത്തിലേക്ക് മാറ്റി നമുക്ക് ഇനി ഈ ഓയിലിൽ തന്നെ ചിക്കൻ പൊരിക്കാം. അപ്പം നമ്മളിവിടെ പെട്ടെന്ന് ഈ മസാല ആവാൻ വേണ്ടിയിട്ട് നമ്മൾ കുക്കറിലാണ് ഇവിടെ മസാല വേവിക്കുന്നത്. അപ്പോൾ അതിനായിട്ട് ഒരു കുക്കറിൽ സവാള, ആവശ്യത്തിന് ഉപ്പ്, ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് മല്ലിപ്പൊടി, ആവശ്യത്തിന് മുളക് പൊടി, ചിക്കൻ മസാല, ഇതെല്ലാം കൂടി ഈ കുക്കറിലിട്ടിട്ട് ഒരു 2-3 വിസിൽ വീതം അടുപ്പിക്കണം.
നമ്മളിവിടെ തയ്യാറായിട്ടുള്ള ചിക്കൻ എടുത്തിട്ട് വേറെ പാത്രത്തിലേക്ക് മാറ്റുകയാണ്. അപ്പോൾ അടുത്തത് നമുക്ക് ചോറിനായിട്ടൊരു പാത്രം അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് നെയ്യ് ഒഴിക്കാം. അതിനുശേഷം അതിലേക്ക് സ്പൈസസ് ഇട്ട് കൊടുക്കാം. സ്പൈസസ് ഇട്ടതിന് ശേഷം അതിലേക്ക് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പേസ്റ്റ് ഇട്ട് കൊടുത്തിട്ട് നമ്മൾ എത്രയാണോ അളന്ന് വെച്ചിട്ടുള്ളത് അതിനനുസരിച്ച് വെള്ളം അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അതിലേക്ക് കുറച്ച് മല്ലിച്ചപ്പ്, കുറച്ച് പച്ചമുളക്, അതിലേക്ക് നമ്മൾ നെയ്യുടെ പാക്കറ്റ് ഒന്നിട്ട് കൊടുക്കും. ഒന്ന് അരിഞ്ഞിട്ട് അത് ഇങ്ങോട്ട് എടുക്കുക. ഒപ്പം തന്നെ നമ്മൾ ഉപ്പിട്ട് കൊടുക്കാൻ മറക്കരുത്. അതിനുശേഷം നമ്മളിവിടെ അരി വാഷ് ചെയ്തിട്ട് അരി ഈ വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അതിനുശേഷം നന്നായി ഒന്ന് മിക്സ് ചെയ്യുക. അപ്പം നമ്മൾ അരി ഇവിടെ തയ്യാറായിട്ടുണ്ട്. അതിനുശേഷം മസാല ഇവിടെ റെഡിയാക്കുകയാണ്. മസാലക്ക് ആ കുക്കറിൽ വേവിച്ച് വെച്ച മസാല ഇതിലേക്ക് ഇട്ട് അതിലേക്ക് ആവശ്യത്തിന് തക്കാളി ഇട്ടിട്ട് വഴറ്റണം. അതിലേക്ക് ആവശ്യത്തിന് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായി മിക്സ് ചെയ്യുക. ഇതിലേക്ക് ആവശ്യത്തിന് തൈര് ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് നന്നായി മിക്സ് ചെയ്യുക. അതിനുശേഷം ആവശ്യത്തിന് മല്ലിച്ചപ്പ് പുതിനയും കൂടിയിട്ട് ഇട്ട് കൊടുക്കുക. അതിനുശേഷം നമ്മൾ പൊരിച്ച് വെച്ചിട്ടുള്ള ചിക്കനും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒന്നവിടെ സെറ്റാക്കാൻ വേണ്ടി വെക്കാം. നമ്മളതിലേക്ക് നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ഉള്ളി, ക്യാരറ്റ്, വേപ്പിൻ്റെ ഇലയൊക്കെ മുറിച്ച് വെച്ചിട്ടുണ്ടല്ലോ അതൊന്നും ഇതിൻ്റെ മേലെ ഇട്ട് കൊടുക്കുക. അതേപോലെ തന്നെ നമ്മുടെ ചോറിൻ്റെ മേലെ ഇട്ട് കൊടുക്കുക. അങ്ങനെ നമ്മൾ ദം ഇടാനായിട്ട് മറ്റേ ചിക്കൻ്റെ ചെമ്പിലേക്ക് റൈസ് മാറ്റുകയാണ്. അപ്പോൾ റൈസ് മാറ്റിയതിന് ശേഷം നമ്മൾ അതിൻ്റെ മേലെ കുറച്ച് ആർക്കേജും കൂടിയും ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒപ്പം തന്നെ കുറച്ച് മഞ്ഞൾ വെള്ളം കൂടിയും അതിൻ്റെ മേലെ ഇട്ട് കൊടുക്കും. അതിനുശേഷം നമ്മൾ സവാള മുരിച്ചതും എല്ലാതും മല്ലിച്ചപ്പൊക്കെ അതിൻ്റെ മേലെ ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ ദമ്മിനെ വെക്കുന്നുണ്ട്. അത് ഇതിൽ കാണിക്കുന്നില്ല, അത് വീഡിയോ എടുക്കാൻ വേണ്ടി മിസ്സായി. അങ്ങനെ നമ്മുടെ അസൽ ദം ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം, സൂപ്പറാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.